സർക്കിൾസ്, വൃത്തങ്ങളിലെ ഒരു പ്രോബ്ലം നോക്കുക. ബി ഒ സി 80 ഡിഗ്രി, എ ഒ സി 120 ഡിഗ്രി. ഫൈൻഡ് ദി ആംഗിൾസ് angle BAC, angle BAC, angle ACB, angle ACB, angle ABC. ഈ വൃത്തത്തിൽ എ ബി എ സി, എ സി ബി, എ ബി സി എന്നീ കോണുകൾ കാണുക. ഇത്രയും കോണുകൾ കാണുക, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പം എന്തെങ്കിലും വിദ്യ ഉണ്ടോ? അങ്ങനെ ആ കോണുകൾ കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്യ നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു ക്ലൂ തരാം. ഇതൊരു പോയിൻ്റാണല്ലോ. ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണെന്നറിയാമോ? 360 അല്ലേ? ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോൺ, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോൺ 360 ഡിഗ്രിയാണ്. ആംഗിൾ around a point is 360 ഡിഗ്രി. 360 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഈ ആംഗിളിന് ചുറ്റുമുള്ള ഈ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 360 കിട്ടണം. എങ്കിൽ ആംഗിൾ എ ഒ ബി ഇവിടെ തന്നിട്ടില്ലല്ലോ. ആംഗിൾ എ ഒ ബി, കോൺ എ ഒ ബി കാണാൻ എന്ത് ചെയ്യണം? 360 മൈനസ് 120 പ്ലസ് 80 അല്ലേ? 360 80ഉം 120ഉം ഈ ആംഗിൾ കൂടെ കൂട്ടിപ്പോഴല്ലേ 360 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ, ഈ കോൺ കാണണമെങ്കിൽ ഈ രണ്ട് കോണും കൂടെ കൂട്ടിയിട്ട് 360 കുറച്ചാൽ പോരെ. ദാറ്റ് ഈസ് 360 മൈനസ് 120, 80 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 200. ദാറ്റ് ഈസ് 160. ദിസ് ഈസ് 160. ആംഗിൾ എ ഒ ബി ഈക്വൽസ് 160 കിട്ടി. ഇത് നമുക്ക് ഈസി ആയിട്ട് കാണാം. ആംഗിൾ എ കാണാം, ആംഗിൾ സി കാണാം, ആംഗിൾ ബി കാണാം. ആംഗിൾ എക്ക് എന്തെന്ന് പറയാം? ആംഗിൾ ബി എ സി. ആംഗിൾ ബി എ സി ഈക്വൽസ്, ആംഗിൾ ബി എ സി കാണാൻ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? അവിടെ ഉണ്ട്. ഇത് 80 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? അതിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു 80 ആയിരിക്കും. ദാറ്റ് ഈസ് 40. വൈ? കാരണം അറിയാമോ? ഒരു ചാപം അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ മറുചാപത്തിലെ കോൺ. ഒരു ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കാണാതെ പഠിക്കണം, ബൈഹാർട്ടാക്കണം. ഒരു ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ കോൺ. മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അതാണിത് 40 എന്ന് വന്നു. ഓക്കെ, ഇപ്പം ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ആൻ ആംഗിൾ made by an arc in its complementary arc അല്ലേ? in its complementary arc is half of the angle made by that arc at the center. ഈ റീസൺ എഴുതണം, അല്ലെങ്കിൽ മാർക്ക് തരില്ല ആരും. ഈ കാരണം എഴുതണം, എങ്കിലാണ് മാർക്ക് തരുള്ളൂ അല്ലേ? ഒരു ചാപം അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ കോൺ. ഒരു ആർക്ക് അതിൻ്റെ സെൻറ്ററിലുണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിലുണ്ടാക്കുന്ന. അതാണ് അതിൻ്റെ ആൻസർ. ഇപ്പോൾ ഇത് 40 ആയിരിക്കില്ലേ?
അപ്പോൾ നമുക്ക് ഇത് കാണാമല്ലോ, ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബി, എ സി ബി ആണ് എന്ത് ചെയ്യണം, 160 പകുതി ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 160 ഈക്വൽസ് 80. അപ്പോൾ ഇത് 80 കിട്ടി. ഇതെത്രയായിരിക്കും, ഇതെത്രയാണ്, ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി, കോൺ എ ബി സി എത്രയായിരിക്കും, 120 പകുതി ആയിരിക്കില്ലേ, 120 പകുതി ആയിരിക്കും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 120 60 കിട്ടി. അങ്ങനെ 3 ആംഗിൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഒരു ക്ലോക്കാണല്ലേ, ഒരു ക്ലോക്കാണ്. ആ ക്ലോക്കിൻ്റെ 1, 8, 4 ഇങ്ങനെയുള്ള ആ സമയത്തെ യോജിപ്പിച്ചുകൊണ്ട് എന്ത് വരച്ചിരിക്കുന്നു, ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് എ ബി സി എന്ന് കൊടുത്താൽ ഫൈൻഡ് ദി ആംഗിൾസ് ഇൻ ദി ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് ആണ്, അതായത് ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി കാണുക. ഇതൊരു ക്ലോക്കാണ്. അതിൻ്റെ 1, 4, 8 എന്നീ ബിന്ദുക്കൾ ചേർത്ത് ഒരു ത്രികോണം വരച്ചാൽ ആ ത്രികോണത്തിലെ കോണുകൾ കാണുക. അതാണ് ചോദ്യം. നമ്മൾ ആദ്യം അറിയേണ്ടത്, ഒരു ക്ലോക്ക് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, ഒരു വൃത്തമല്ലേ ക്ലോക്ക്, വൃത്തം അല്ലെങ്കിൽ ഈ ക്ലോക്ക് എത്ര ഡിഗ്രി ആയിരിക്കും, 360 ഡിഗ്രി. ഈ സർക്കിള് അല്ലെങ്കിൽ ക്ലോക്ക് 360 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ 1 to 2 ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, 1 to 2. അപ്പോൾ ആ ഗ്യാപ്പ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, നമുക്കിത് നോക്കാം, ഇങ്ങനെ നോക്കാം. ഇനി ഞാനൊരു വേറൊരു ഇത് വരയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെൻറ്ററാണ്, ഇത് 1 ആണ്, ഇത് 2 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 1നും 2നും ഇടയ്ക്കുള്ള ഇത്രയും ഇതുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും അറിയാമോ, എ ഒ സി. ആംഗിൾ എ ഒ സി കാണണമെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും, ടോട്ടൽ 360 ആണ്. മൊത്തം 360 അല്ലേ. ഇങ്ങനെ എത്ര പാർട്ടുണ്ടാവും, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 പാർട്ടുണ്ടാവും. 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടില്ലേ 30. 12 ഡിവൈഡ് ചെയ്താൽ 30 എന്ന് കിട്ടും. അപ്പോൾ ഓരോ അക്കങ്ങൾ തമ്മിൽ ഓരോ അക്കങ്ങൾ, 2 അക്കങ്ങൾ, അടുത്തടുത്ത 2 അക്കങ്ങൾ ഉണ്ടാക്കുന്ന കോൺ, അടുത്തടുത്ത 2 അക്കങ്ങൾ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ അല്ലേ. കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും അറിയാമോ, 30 ഡിഗ്രിയാണ്. അതായത് അടുത്തടുത്ത് 2 അക്കങ്ങൾ ഉണ്ടാക്കുന്ന കോൺ 30 ഡിഗ്രി ആയിരിക്കും. ദി ആംഗിൾ എന്ന് പറയാം, ദി ആംഗിൾ മെയ്ഡ് ബൈ 2 ഡിജിറ്റ്സ് ഈക്വൽസ് 30 ഡിഗ്രി. ഇപ്പോൾ 30 ഡിഗ്രി അല്ലേ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇതിന് O എന്ന് കൊടുത്താൽ ആംഗിൾ ബി ഒ സി അല്ലെങ്കിൽ സി ഒ ബി, ആംഗിൾ സി ഒ ബി എത്രയായിരിക്കും എന്നറിയാമോ, ഇത് 1, ഇത് 2, ഇത് 3 അല്ലേ. 1, 2, 3 ശരിയല്ലേ. 1, 2, 3 അങ്ങനെ 3 എണ്ണമല്ലേ ഉള്ളത്. അപ്പോൾ 3 ഓരോന്നും 30 ഡിഗ്രി ആകുമ്പോൾ 3 × 30 ദാറ്റ് ഈസ് 90 ആയിരിക്കും അല്ലേ. ഈ ആംഗിൾ 90 ആയിരിക്കും, ആംഗിൾ സി ഒ ബി. അങ്ങനെ ആംഗിൾ ബി ഒ എ അല്ലെങ്കിൽ എ ഒ ബി, ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇത് ഇതിൻ്റെ ഇടയ്ക്ക് എത്രയുണ്ട്, 1, 2, 3, 4. 4 ഇൻറ്റു ഓരോന്നിൻ്റെ ഇടയിൽ 30 ഡിഗ്രി വെച്ചാണല്ലോ, 120. മനസ്സിലായില്ലേ. ഇപ്പോൾ എത്രയാണ്, ഇത് 90, ഇത് 120. ഇനി ഇത് എത്രയായിരിക്കും, ആംഗിൾ എ ഒ സി. ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് എത്രയുണ്ട്, 1, 2, 3, 4, 5. 5 ഉണ്ട്. 5 × 30 150 ആയിരിക്കും. ശരിയല്ലേ, 150 ആയിരിക്കും. ഇപ്പം 150, 120, 90 ഇങ്ങനെ 3 ആംഗിൾ കിട്ടി.
അത്രയും കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? അതിന് മനസ്സിലാക്കാൻ വല്ലതും ഉണ്ടോ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? യെസ്. ഇനി നമ്മളെന്താണ്, നമ്മുടെ ചോദ്യം എന്താണ്? ഈ സി ഐ ഇത് ബി ഐ എ അത് മൂന്നും കണക്കാക്കണം അല്ലേ? അപ്പോൾ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചുമ്മാ സി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആംഗിൾ സി, എ സി ബി ആണ് സി എന്ന് പറയുന്നത്. ഈ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 120ൻ്റെ പകുതി ആയിരിക്കില്ലേ? പഠിച്ചിട്ടില്ലേ? ഒരു ചാപം അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതി ആയിരിക്കും മറുചാപത്തിലെ കോൺ. ഒരാർക്ക് അതിൻ്റെ സെൻറ്ററിലുണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫായിരിക്കും ആ ആർക്ക് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ നമുക്ക് ആംഗിൾ സി, കോൺ സി എന്ന് പറയുന്നത് 120/2 എന്ന് പറയാം അല്ലേ? ഹാഫ് ഓഫ് 120 ദാറ്റ് ഈസ് 1. എങ്കിൽ കോണോ എയോ? എ നോക്കിക്കേ, എ എന്തിൻ്റെ പകുതി ആയിരിക്കും? 90ൻ്റെ പകുതി ആയിരിക്കും അല്ലേ? അപ്പോൾ ഹാഫ് ഓഫ് 90. അപ്പോൾ കോൺ ബിയോ? ആംഗിൾ ബി, ആംഗിൾ ബി എന്തിൻ്റെ പകുതി ആയിരിക്കും? ആംഗിൾ ബി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ലേ? എത്ര? 160 കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ഓൾറെഡി 160 ആണെന്നല്ലേ ഇത് പറഞ്ഞത്? എത്രയാണ് പറഞ്ഞത്? 160 അല്ലേ? 160ൻ്റെ പകുതി 160 എന്നല്ലേ പറയാം? 150 ആണോ? 150, 150ൻ്റെ പകുതി അപ്പോൾ 75 ആയിരിക്കും. ഹാഫ് ഇൻറ്റു 75. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ 120യുടെ ഹാഫ്. ഈ ആംഗിൾ 90ൻ്റെ ഹാഫ് 45 ആയിരിക്കും. ഈ ആംഗിളോ 150ൻ്റെ 75 ആയിരിക്കും. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഓക്കെ. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്, കണ്ടോ? ഇതുപോലെ തന്നെ ഒരു ക്ലോക്ക്, ഇതേ ക്ലോക്ക്. ഇപ്പോൾ ഓരോ സംഖ്യകൾക്കിടയിലുമുള്ള കോൺ 30 ഡിഗ്രി ആണെന്ന് അറിയാമല്ലോ. ഒരു ക്ലോക്ക് ഇത് 12, 6, 9, 9, 3, 10, 11, 1, 2, 4, 5, 7, 8 സെൻറ്റർ. ഇവരുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവരുടെ ചോദ്യം ഇതാണ്: ഈ ത്രികോണത്തിലെ കോണുകൾ, ഈ ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണം ഉണ്ടാക്കാമെന്ന്. ഈ നമ്പറുകൾ ജോയിൻ ചെയ്തിട്ട് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാമെന്നാണ് ചോദ്യം. ഞാനൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കട്ടെ. ഇതിങ്ങനെ ഞാനൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. എങ്ങനെയാണ് ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്? ഇതൊരു സമഭുജ ത്രികോണമാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കുക? ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഓരോ കോണും അല്ലേ, ഓരോ കോണും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈച്ച് ആംഗിൾ ഇൻ ആൻ ഇക്വിലാറ്ററൽ അല്ലേ ട്രയാങ്കിൾ ഈ 60 ഡിഗ്രി, ഇതെല്ലാം 60 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ 60 ഡിഗ്രി വരണം അല്ലേ? 60 ഡിഗ്രി വരണമെങ്കിൽ ഇവിടെ 60 ഡിഗ്രി വരണമെങ്കിൽ സെൻറ്ററിൽ എന്ത് വരണം? ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 120 വരണം അല്ലേ? ഇവിടെയും 120 വരണം, ഇവിടെയും 120 വരണം. അപ്പോൾ സെൻറ്ററിൽ 120 വീതം ആംഗിൾ ഉണ്ടാവണം. സെൻറ്ററിൽ 120 വീതം ആംഗിൾ ഉണ്ടാവണം അല്ലേ? 120 വീതം കേന്ദ്രത്തിൽ ഉണ്ടാവണം. 120 വീതം കേന്ദ്രത്തിൽ ഉണ്ടാവണം. എന്ത് ആംഗിൾ ഉണ്ടാവണം? എങ്കിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ശരിയല്ലേ? അപ്പോൾ സംഖ്യകൾക്കിടയിൽ 4 ഇവിടെ ഉണ്ടാവണം. 120 ഉണ്ടാവണമെങ്കിൽ ടു ഗെറ്റ് ആൻ ആംഗിൾ 120, the gap between the digits are 120 കേന്ദ്രകോൺ കിട്ടണമെങ്കിൽ
കിട്ടണമെങ്കിൽ ഈ ഡിജിറ്റ്സ് എത്ര ആയിരിക്കണം 120 1 2 3 4 4 വിടവുണ്ടാവണം, 4 ഗ്യാപ്പ് ഉണ്ടാവണം. 120 കേന്ദ്രകോൺ കിട്ടണമെങ്കിൽ സംഖ്യകൾക്കിടയിലുള്ള വിടവ് വിടവ് 4ആയിരിക്കും. 4 ഇപ്പം 4 എങ്ങനെയൊക്കെ ഈ വിടവ് ഉണ്ടാവാം? 4 12 വന്നാൽ പിന്നെ 4 കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയാണ്? 4. 12 കഴിഞ്ഞാൽ പിന്നെ 4 പിന്നെ 8 അങ്ങനെ അതിൽ ഇവിടെ വരണ്ടേ 12 പിന്നെ 4 വീതം കൂട്ടി കുറച്ച് പോയാൽ മതി. 1 വന്നാൽ പിന്നെ എന്തായിരിക്കും വിടവ്? 1 2 3 4 വിടവ് വരണം. അപ്പോൾ 1 വന്നാൽ പിന്നെ 5 വരാം, 5 4 9 വരാം. അപ്പോൾ 2 വന്നാലോ 4 വീതം കൂട്ടി പോയാൽ പോരെ? 2 വന്നാലോ 2 4 6 വരാം, പിന്നെ 10 വരാം. 3 വന്നാൽ പിന്നെ 4 3 7 7 4 11 വരാം. ഇത്രേ വരുള്ളൂ, ഇത്രയാണ് വരികയുള്ളൂ. അപ്പോൾ എത്രയാണ്? 4 ഇങ്ങനെ 4 രീതിയിലേ വരാൻ പറ്റുള്ളൂ. 4 സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം, 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ടാക്കാം, 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് നമുക്ക് ഉണ്ടാക്കാം. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഓർക്കും 3 വന്നാൽ 4 വന്നാലോ എന്ന്. 4 വന്നാലോ ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ. 4 വന്നാൽ 4 വന്ന് വരുമ്പോൾ ഒരെണ്ണം 12 ആയിരിക്കില്ലേ? അതുകൊണ്ടല്ലോ ഇവിടെ. മനസ്സിലായില്ലേ? അതാണ് 1 വന്നാൽ 12 വന്നാലെന്ന് കൂട്ടി, 1 വന്നാൽ 2 വന്നാൽ 3 വന്നാൽ, ഇനി 4 വന്നാലെന്ന് കൂട്ടണ്ട. കാരണം 4 വന്നാലുണ്ടല്ലോ ഇവിടെ 8. 5 വന്നാൽ 1ഉം 5ഉം 9. 6 വന്നാലുണ്ട്, 7 വന്നാലുണ്ട്, 8 വന്നാലുണ്ട്, 9 വന്നാലുണ്ട്, 10 വന്നാലുണ്ട്, 11 വന്നാലുണ്ട്. കേട്ടോ, കുട്ടൻസ് പിടി കിട്ടിയോ? നിങ്ങൾ ശരിക്കും ഒന്ന് ഇത് നോക്കി മനസ്സിലാക്കുക. ഇതെങ്ങനെയാണെന്ന് ശരിക്കും ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഈ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠത്തിൽ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണ്ട. ഒരുവൻ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരികയുള്ളൂ. അപ്പോൾ കുറേശ്ശെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, കാരണം അത് മനസ്സിലാക്കണം. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടൈപ്പ് പ്രോബ്ലംസാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചത് അല്ലേ? 2 ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ.